ഹായ്, അസ്സാം വലൈക്കും, വെൽക്കം ബാക്ക്. അപ്പം ഇന്നിതാ ഞാനൊരു പാർട്ടി വ്ളോഗ് ആയിട്ടാട്ടോ വന്നത്. കൂടെ തന്നെ 4 റെസിപ്പീൻ്റെ വീഡിയോയും കൂടെ ഇൻക്ലൂഡ് ആക്കിയിട്ടുണ്ട്. നമ്മളെ റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ ബീഫ് ചില്ലിയുടെ റെസിപ്പിയും അതുപോലെ തന്നെ കല്യാണ വീട്ടിലൊക്കെ കിട്ടുന്ന ചിക്കൻ ദം ബിരിയാണിയുടെ റെസിപ്പിയും ഒരു 2 കിലോ ദം ബിരിയാണീൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള മെഷർമെൻ്റ് ഒക്കെ പറഞ്ഞിട്ടുള്ളൊരു റെസിപ്പി ആയിട്ടോ ഞാൻ അത് ഇൻക്ലൂഡ് ആക്കിയത്. സ്പെഷ്യൽ ദം ബിരിയാണിയാണ്. പിന്നെ നമ്മുടെ പാലട പായസത്തിനെക്കാട്ടിലും ടേസ്റ്റിൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയ മക്രോണി പായസത്തിൻ്റെയും പിന്നെ അതുപോലെ തന്നെ ഫ്രൂട്ട്സും വെജിറ്റബിൾസൊക്കെ ചേർത്തുണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു സലാഡും റെസിപ്പി എല്ലാം ഇൻക്ലൂഡ് ആക്കിയിട്ടുള്ളൊരു വീഡിയോ ആണ്. പിന്നെ നമ്മൾ പാർട്ടിയെല്ലാം നമ്മൾ ഒറ്റയ്ക്ക് നടത്തുമ്പോൾ എന്തൊക്കെ കാര്യം ശ്രദ്ധിക്കേണ്ടതെന്നൊക്കെ ഇൻക്ലൂഡ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. പിന്നെ നമ്മളെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. ഞാൻ ആദ്യം തന്നെ ഫ്രിഡ്ജിൽ നിന്ന് നമ്മളെ ബീഫും ചിക്കനൊക്കെ പുറത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ ബീഫ് ചില്ലിക്കും വേണ്ടിയിട്ടുള്ള ബീഫ് ഒന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ ആദ്യം തന്നെ ബീഫൊന്ന് കഴുകിയിട്ട് കൊണ്ടുവരിക. എന്നിട്ട് ഇങ്ങനെ വലിയ പീസാക്കിയാണ്ടുള്ള ബീഫായിരിക്കും കേട്ടോ. അപ്പോൾ അത് അങ്ങനെ തന്നെ വേവിച്ചെടുത്താൽ മതി. ഇത്ര വലിയ പീസാക്കിയിട്ട് വേവിച്ചെടുക്കുക കേട്ടോ. എന്നിട്ട് നമുക്കിത് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഇങ്ങനെ ആകുമ്പോഴേ നമുക്ക് കട്ട് ചെയ്തെടുക്കാൻ ഈസി ആവുള്ളൂ കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ വേവിക്കാൻ വേണ്ടിയിട്ട് കുക്കറിലോട്ട് ഞാനിതാ ബീഫ് ഇട്ട് കൊടുക്കുക. ഇതൊരു 3/4 കിലോ ബീഫ് ഉണ്ടാവും കേട്ടോ. അതിനുശേഷം നമുക്ക് മസാല പൗഡറെല്ലാം ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാനിവിടെ മഞ്ഞൾപ്പൊടി ഒരു 1/2 ടീസ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട്. മുളക് പൊടി 1 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കുക. പിന്നെ കുരുമുളക് പൊടിയില്ലേ, അത് ക്രഷ് ചെയ്തതോ അല്ലെ പൊടിയോ 1 ടീസ്പൂണ് ഇട്ട് കൊടുക്കുക. പിന്നെ ഉപ്പ് ആവശ്യത്തിന് ഇട്ട് കൊടുക്കുക. പിന്നെ വെള്ളം ഒരു 1/4 കപ്പ് ഒഴിച്ച് കൊടുക്കുക കേട്ടോ. എന്നിട്ട് ഒന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കുക. പിന്നെ മുളക് പൊടിയൊക്കെ ചേർക്കുമ്പോൾ നിങ്ങൾ എരിവിനനുസരിച്ച് ചേർക്കുക കേട്ടോ. പിന്നെ നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് ഒരു 1/2 കുക്കാക്കിയിട്ട് എടുക്കുക കേട്ടോ. ഇവിടുത്തെ ബീഫ് പെട്ടെന്ന് വേവ് കിട്ടും. അതുകൊണ്ട് ഞാൻ ഒരു ഹൈ ഫ്ലെയിമിൽ 1 വിസിലും പിന്നെ അതുപോലെ തന്നെ ലോ ഫ്ലെയിമിൽ ഒരു 2 മിനിറ്റ് വെച്ചിട്ടേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ബീഫ് ചില്ലിയിലോട്ടുള്ള വേവിക്കാൻ വെച്ചു. ഇനി നമുക്ക് ബിരിയാണിയിലുള്ള ഉള്ളിയൊക്കെ എടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ 2 കിലോ ചിക്കൻ ദം ബിരിയാണി ഉണ്ടാക്കണം. അപ്പോൾ അതിനായിട്ട് ഞാനിതാ ഇവിടെ വലിയുള്ളി എടുത്ത് 8 എണ്ണം കേട്ടോ. ഞാനൊരു മീഡിയം സൈസിലെ വലിയുള്ളി എടുത്ത് 6 എണ്ണം മസാലയിലോട്ടും വേണം, 2 എണ്ണം ഫ്രൈ ആക്കാനും വേണം കേട്ടോ. പിന്നെ വെളുത്തുള്ളി എടുക്കുമ്പോൾ 2 വലിയ വെളുത്തുള്ളി മുഴുവനായിട്ടുള്ള വെളുത്തുള്ളി ഇല്ലേ, അത് 2 വലുത് മുഴുവനായിട്ടും വേണം കേട്ടോ. പിന്നെ പച്ചമുളക് എടുക്കുമ്പോൾ ഒരു 11 മുതൽ 15 വരെ പച്ചമുളക് എടുക്കാം കേട്ടോ. 2 കിലോ ചിക്കൻ ബിരിയാണിയിലോട്ട് ഞാൻ 11 പച്ചമുളക് എടുത്തത്. പിന്നെ ഇഞ്ചി എടുക്കുമ്പോൾ 2 വലിയ പീസ് എടുത്തിട്ടുണ്ട് കേട്ടോ ഞാൻ. അതൊക്കെ നിങ്ങൾ അനുസരിച്ച് എടുക്കുക. പച്ചമുളകൊക്കെ നിങ്ങൾ ഇതിനനുസരിച്ച് എടുക്കുക കേട്ടോ. പിന്നെ അതാ 2 കിലോൻ്റെ കറക്റ്റ് അളവാട്ടോ ഇത്. പിന്നെ നിങ്ങൾക്ക് ഇതിലോട്ടുള്ള തക്കാളി എടുക്കുക. തക്കാളി ഞാനിവിടെ 3 എണ്ണം ആട്ടോ എടുക്കുന്നത്. ഭയങ്കര പുളി കൂടി പോകണ്ട. അപ്പോൾ അതുകൊണ്ട് 3 എണ്ണമൊക്കെ മതി. പിന്നെ നമുക്ക് ഒരു പിടി മല്ലിയിലയും അതുപോലെ തന്നെ കുറച്ച് പുതിനയും കുറച്ച് കറിവേപ്പിൻ്റെ ഇലയും കൂടെ വേണം കേട്ടോ. അപ്പോൾ ഇതാ മല്ലിയില എടുക്കുമ്പോൾ ഫ്രഷ് ആയിട്ടിട്ട് എടുക്കുക. പിന്നെ ഞാനിവിടെ എടുത്തപ്പോൾ കുറച്ച് ടൈം പുറത്ത് വെച്ചപ്പോൾ ചെറുതായിട്ടൊന്ന് വാടിയിട്ടോ. മല്ലിയില നമ്മുടെ പുതിനയില കുറച്ച് മതി കേട്ടോ. ബാക്കി മല്ലിയിലയും കൂടെ എടുത്തിട്ട് ഇതൊക്കെ ഒന്ന് അരിഞ്ഞിട്ട് എടുക്കുക കേട്ടോ. ഉള്ളിയൊക്കെ കനം കുറച്ചിട്ട് അരിയാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. എന്നിട്ട് നമുക്ക് ആദ്യം തന്നെ ഒരു പാന് വെച്ചിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ഇതൊന്ന് ഫ്രൈ ആക്കിയിട്ട് എടുക്കണം കേട്ടോ. ഫസ്റ്റ് തന്നെ ഉള്ളി. അപ്പോൾ ഒരു പാന് വെച്ചിട്ട് ഞാനിത് നെയ്യ് 2 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഇതിലോട്ട് ഉള്ളി കുറച്ച് ഉള്ളി ഇതിലോട്ട് ചേർത്ത് കൊടുക്കുക കേട്ടോ. നമ്മൾ ആദ്യം തന്നെ ഫ്രൈ ആക്കുന്ന ഉള്ളിയല്ല കേട്ടോ. നമ്മളിത് 6 ഉള്ളി മസാലയ്ക്ക് വേണ്ടിയിട്ട് എടുത്ത് വെച്ചില്ലേ, അതിലൊരു പകുതി ഭാഗം ഒരു 1/4 ഭാഗമൊക്കെ മതി കേട്ടോ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നല്ല ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതൊന്ന് ഗോൾഡൻ കളർ ആവണ വരെ ഒന്ന് വഴറ്റിയെടുക്കണം. കുറച്ച് ഉപ്പിട്ടിട്ട് നന്നായിട്ടൊന്ന് ഇത് വഴറ്റിയെടുക്കുക കേട്ടോ. എന്നിട്ട് ഇതൊന്ന് ഗോൾഡൻ കളർ ആവുമ്പോൾ കരിഞ്ഞു പോകണ്ട, ചെറുതായിട്ടൊന്ന് ഗോൾഡൻ കളറായി വരുമ്പോൾ എന്നിട്ട് നമുക്ക് ബാക്കി ഉള്ളിയും കൂടെ ചേർത്ത് കൊടുത്താൽ മതി. ഇങ്ങനെ ചേർക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ആട്ടോ. നമ്മൾ സാധാരണ ഉള്ളിയെല്ലാം കുക്കറിലിട്ട് അടിക്കുക അല്ലെങ്കിൽ ഇങ്ങനെ ഒരുമിച്ചൊക്കെ മസാല ഇട്ടൊക്കെ ചെയ്യൂലേ, അതിനേക്കാളും ടേസ്റ്റ് ആട്ടോ ഇങ്ങനെ ചെയ്യുമ്പോൾ. ഉള്ളിയെല്ലാം നല്ല ഗോൾഡൻ കളറായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അതിനുശേഷം ഞാൻ അതിലോട്ട് 1 ടേബിൾ സ്പൂണും കൂടെ നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ബാക്കിയുള്ള ഉള്ളിയും കൂടെ ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ ബാക്കിയിട്ട ഉള്ളി നല്ല സോഫ്റ്റായിട്ട് വന്നു കഴിഞ്ഞാൽ നമുക്കിതിലോട്ട് നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി അതുപോലെ പച്ചമുളക് പേസ്റ്റ് ആക്കി വെച്ചില്ലേ, അത് പേസ്റ്റ് ആക്കി ഇതിലോട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ. എന്നിട്ട് ഇതിൻ്റെ നന്നായിട്ടൊന്ന് വഴറ്റി അതിൻ്റെ റോസ് സ്മെല്ലൊക്കെ മാറിയിട്ട് എന്നിട്ട് തക്കാളി ചേർത്ത് കൊടുക്കുക.
തക്കാളി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് അടച്ച് വെച്ച് വേവിക്കുക കേട്ടോ. തക്കാളി നന്നായിട്ട് പേസ്റ്റ് പോലെ ആവണം കേട്ടോ. എന്നാലേ ഇങ്ങനെ ഓരോ സ്റ്റെപ്പും അതിനനുസരിച്ച് ചെയ്താലേ നമുക്ക് ആ ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള കല്യാണ വീട്ടിലെ ദം ബിരിയാണീൻ്റെ ഒരു ടേസ്റ്റ് കിട്ടുള്ളൂ കേട്ടോ. പിന്നെ ഇതിലോട്ട് ഞാൻ തക്കാളി നന്നായിട്ട് വഴന്ന് വന്നാൽ ഗരം മസാല ഒരു ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് വായിച്ചു കേട്ടോ. എന്നിട്ട് നമുക്ക് ഇതിലോട്ട് കഴുകി വൃത്തിയാക്കി വെച്ച് 2 കിലോ ചിക്കൻ ഇതിലോട്ട് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് മിക്സ് ആക്കുക. അതിനുശേഷം തൈര് ഒരു 1/2 കപ്പ് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമുക്ക് മല്ലിയിലും പുതിനയിലേക്ക് അരിഞ്ഞു വെച്ചില്ലേ കറിവേപ്പിനിലേക്ക് അതിൻ്റെ പകുതി ചേർക്കാം കേട്ടോ. ബാക്കി മല്ലിയിലേക്ക് നമുക്ക് ദമ്മിടുമ്പോൾ ഉപയോഗിക്കാനാ. എന്നിട്ട് ഇതിലോട്ട് ആവശ്യത്തിന് ഉപ്പ് ചേർക്കുക. പിന്നെ ഒരു നാരങ്ങയുടെ പകുതി നീര് ഇതിലോട്ട് ചേർത്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. എന്നിട്ട് അടച്ചു വെച്ചിട്ട് വേവിക്കുക. ഈ അടച്ചു വെച്ച് വേവിക്കുമ്പോൾ ഇങ്ങനെ കുറച്ച് വെള്ളം വരികയാണെങ്കിൽ അതൊന്ന് ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ടൊന്ന് വറ്റിച്ചെടുക്കുക കേട്ടോ. നന്നായിട്ട് വറ്റിക്കണ്ട, കുറച്ചൊന്ന് വെള്ളം വറ്റിച്ചെടുക്കുക. എന്നിട്ട് ഇത് അടച്ചു വെക്കുക. ഉണ്ട് ഈ ഒരു പാകത്തിന് മതി കേട്ടോ. കുറച്ച് വെള്ളം വേണം, എന്നാലേ നമ്മൾ ദമ്മിടുമ്പോൾ അടിയിൽ പിടിക്കാണ്ടിരിക്കുള്ളൂ കേട്ടോ. എന്നിട്ട് ഇതൊന്ന് അടച്ച് വെച്ച് മാറ്റി വെക്കുക കേട്ടോ. ഈ ഒരു ടൈം കൊണ്ട് നമ്മൾ ബീഫ് ചില്ലിയുടെ ബീഫെല്ലാം വെന്ത് വന്നിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ചൂടൊക്കെ പോയതിന് ശേഷം ഞാൻ എന്താ ഈ ഒരു ബീഫ് ചില്ലിയുടെ ഷേപ്പിൽ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇത് അവിടെ നിൽക്കട്ടെ, ഇത് നമുക്കൊന്ന് മാറ്റി വെക്കാം. അതിനുശേഷം നമുക്ക് ബാക്കി ഉള്ള ബിരിയാണീൻ്റെ പ്രിപ്പറേഷനിലോട്ട് തന്നെ വരാം കേട്ടോ. അപ്പോൾ അതാ ഞാൻ ബിരിയാണിയിലോട്ട് നമുക്ക് ദമ്മിടുമ്പോൾ കുറച്ച് ഉള്ളിയും അതുപോലെ തന്നെ കാഷ്യൂവും കിസ്മിസും ബദാമൊക്കെ ഒന്ന് ഫ്രൈ ആക്കിയിട്ടെടുക്കണ്ടേ ഡെക്കറേഷനും വേണ്ടിയിട്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഉള്ളി നമുക്ക് ഫ്രൈ ആക്കിയിട്ടെടുക്കാം. 2 ഉള്ളി കേട്ടോ ഞാൻ ഫ്രൈ ആക്കിയിട്ടെടുക്കണം. ആ ഒരു ഉള്ളി നേരിയതായിട്ട് അരിയണം കേട്ടോ, എന്നാലേ പെട്ടെന്ന് ഫ്രൈ ആക്കി കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ അതിന് വേണ്ടി ഒരു പാനിൽ 1/2 കപ്പ് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. വെളിച്ചെണ്ണ ഓയിലോ നിങ്ങളെ ഇഷ്ടത്തിനനുസരിച്ച് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഇതാ നന്നായിട്ടൊന്ന് ഇങ്ങനെ പരത്തിയിട്ടിട്ട് കൊടുക്കുക കേട്ടോ. എന്നാലേ പെട്ടെന്ന് എല്ലാ സ്ഥലം ഒരുപോലെ ഫ്രൈ ആക്കിയിട്ട് കിട്ടുള്ളൂ. കരിയരുത് കേട്ടോ. കരിഞ്ഞ നമ്മളെ ബിരിയാണിയുടെ ടേസ്റ്റ് പാടെ മാറിപ്പോകും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് ഫ്രൈ ആക്കിയിട്ട് എടുക്കുക. അതിനുശേഷം നമുക്ക് ഞാൻ ഇതിലോട്ട് തന്നെ കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. ഇത് കുറച്ചൊന്ന് കളർ മാറി വരുമ്പോൾ ഞാൻ അതിലോട്ട് കാഷ്യൂവും അതുപോലെ തന്നെ ആൽമണ്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ കടന്നൊന്ന് റോസ്റ്റ് ചെയ്ത് ആയിക്കോളൂ കേട്ടോ. അത് ഞാൻ സെപ്പറേറ്റ് ഒന്നും റോസ്റ്റ് ആക്കിയിട്ട് എടുക്കില്ല, ഇങ്ങനെ തന്നെ ചെയ്താൽ മതി. ഈ ബിരിയാണിയിലുള്ള ഉള്ളിയൊക്കെ റെഡിയാക്കുമ്പോൾ തലേ ദിവസം തന്നെ റെഡിയാക്കി വെക്കുക കേട്ടോ. ഉള്ളിയൊക്കെ തൊലിച്ച് വെക്കാനുള്ളതും അങ്ങനത്തെ പരിപാടിയൊക്കെ ഇങ്ങനെ ചെയ്ത് വെച്ചാൽ അതുപോലെ നമ്മളെ ഈ ഒരു ആൽമണ്ട് ഇതൊക്കെ സ്പ്ലിറ്റാക്കി വെക്കാനുള്ളതൊക്കെ തലേന്ന് തന്നെ ചെയ്ത് വെക്കുക. ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് പണി പെട്ടെന്ന് ഈസി ആവും കേട്ടോ. ഞാൻ ചെയ്യുന്ന പ്രിപ്പറേഷൻസ് ഒന്നും കാണിക്കുന്നില്ല, കാരണം വീഡിയോ ഭയങ്കരമായിട്ട് ലെങ്തായി പോകും വിചാരിച്ചിട്ട്. അപ്പോൾ നമ്മളെ ഉള്ളിയൊക്കെ ഇവിടെ ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഈ ഉള്ളിയും അതുപോലെ തന്നെ കാഷ്യും ബദാമെല്ലാം ചേർക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ആട്ടോ നമ്മൾ മസാലയിലോട്ട് കിട്ടുക. അപ്പോൾ ഞാനിതാ മല്ലിയിലൊക്കെ എടുത്ത് വെച്ചില്ല, അതിൻ്റെ മുകളിലോട്ട് തന്നെ കേട്ടോ ഫ്രൈ ആക്കി ഉള്ളി ചേർത്ത്. ഇനി നമുക്ക് ഇതിലോട്ട് ബിരിയാണിയിലോട്ടുള്ള നെയ്ച്ചോറ് റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഞാനൊരു പാത്രം വെച്ചിട്ടുണ്ട്, അതിലോട്ട് നെയ്യ് 2 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ബാക്കി നമുക്ക് ഉള്ളി ഫ്രൈ ആക്കിയ ഓയിലില്ലേ അതൊരു 1/4 കപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതിലോട്ട് നമുക്ക് പട്ടയും അതുപോലെ ഗ്രാമ്പും എല്ലാം ചേർത്ത് കൊടുക്കുക. ഒരു ഏലക്കൊരു 10 എണ്ണം, അതുപോലെ തന്നെ പട്ട ഒരു വലിയ പട്ട 2 പീസാണ് അതിലോട്ട് ചേർത്ത് കേട്ടോ. പിന്നെ ഇതാ ഗ്രാമ്പു ഒരു 5 എണ്ണം, അതുപോലെ തന്നെ ഈ ഏലക്ക എടുക്കുമ്പോൾ ഒന്ന് പൊട്ടിച്ചിട്ട് ചേർക്കുക കേട്ടോ. പിന്നെ സ്റ്റാർ ഇല്ലേ നമ്മുടെ തക്കോലം, അതൊന്നും ചേർത്തിട്ടുണ്ട്. എന്നിട്ട് അത് ചേർത്തിട്ട് ഞാൻ അതിലോട്ട് 8 കപ്പ് അരി ആട്ടോ എടുക്കുന്നത്. അതിലോട്ട് ഞാൻ ആദ്യം തന്നെ 12 ഗ്ലാസ് വെള്ളം, അതൊക്കെ ഒന്ന് ചൂടായി വന്നതിന് ശേഷം 12 ഗ്ലാസ് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. നല്ല തിളച്ച വെള്ളം ചേർത്ത് കൊടുക്കുക. 1-1.5 ഗ്ലാസ് വെള്ളം എന്ന രീതിയിലാട്ടോ ഞാൻ എടുത്തത്. 1 ഗ്ലാസ് അരിക്ക് 1.5 ഗ്ലാസ് വെള്ളം കേട്ടോ. അപ്പോൾ ഞാനിതാ അതൊന്ന് തിളച്ച് വന്നതിന് ശേഷം ഇതിലോട്ട് ആവശ്യത്തില്ല. പിന്നെ അതിന് ശേഷം അരിയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഉപ്പ് ഇട്ട് കൊടുക്കുമ്പോൾ കല്ലുപ്പാണെങ്കിൽ ഒന്നും കൂടെ ബെറ്റർ ആട്ടോ. നമ്മളെ കല്യാണ വീട്ടിൽ ദം ബിരിയാണി ഒക്കെ ഉണ്ടാക്കുമ്പോൾ അതിൽ അവർ കല്ലുപ്പാട്ടോ ഉപയോഗിക്കുന്നത്. അപ്പോൾ പിന്നെ അരിയും കൂടെ ഇട്ട് കൊടുക്കുക. 8 കപ്പ് അരി ഇതിലോട്ട് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. എന്നിട്ട് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ആദ്യം ഒന്ന് കുക്ക് ചെയ്തിട്ട് എടുക്കുക കേട്ടോ. ആദ്യം ഒരു ഹൈ ഫ്ലെയിമിൽ കുറച്ച് ടൈം വെക്കുക. എന്നിട്ട് നമുക്ക് ഈ ഒരു വെള്ളം വറ്റി വരില്ലേ ആ ഒരു ടൈമിൽ നമുക്ക് ലോ ഫ്ലെയിമിലാക്കി കൊടുക്കുക കേട്ടോ. ആ ഒരു ടൈമിൽ തന്നെ ഞാൻ അതിലോട്ട് നാരങ്ങാനീര് ചേർക്കുന്നുണ്ട്. ഒരു 1/2 മുറി നാരങ്ങാനീര് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതിങ്ങനെ തിളച്ച് വരുമ്പം ചേർത്ത് കൊടുക്കുക കേട്ടോ 1/2 മുറി നാരങ്ങാനീര്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്കൊന്ന് അടിച്ച് വെക്കാം. അടിച്ച് വെച്ചിട്ട് ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒരു 15 മിനിറ്റ് കുക്ക് ചെയ്തിട്ട് എടുക്കുക കേട്ടോ. ഒരു 15 മിനിറ്റ് മുതൽ 20 മിനിറ്റ് വരെ എടുക്കും കേട്ടോ. എന്നിട്ട് കുക്ക് ചെയ്തിട്ട് എടുക്കുക. അതിൻ്റെ ഇടയ്ക്ക് ഇളക്കൊന്നും വേണ്ട കേട്ടോ.
അത് കുക്കായിക്കോളും. എന്നിട്ട് ഇങ്ങനെ അടച്ചു വെച്ചിട്ട് കുക്ക് ചെയ്യാം. നല്ല ടേസ്റ്റ് ആട്ടോ ഈ ഒരു ബിരിയാണി. നിങ്ങൾ ഇതുപോലെ ഇതുവരെ ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഒരു പ്രാവശ്യമെങ്കിലും ഉണ്ടാക്കി നോക്കണം കേട്ടോ. ഉണ്ടാക്കാൻ ഭയങ്കര സിമ്പിളുമാണ്. പിന്നെ അധികം മസാലപ്പൊടിയോ കാര്യമോ ഒന്നും വേണ്ട കേട്ടോ. ഈ ഒരു ചിക്കൻ്റെ വെള്ളമൊക്കെ ഇറങ്ങി വന്നിട്ട് ഈ ഒരു ബിരിയാണീൻ്റെ ഒരു മസാലക്ക് തന്നെ ഒരു പ്രത്യേക ടേസ്റ്റ് ആട്ടോ. ഈ മസാല തന്നെ ഇങ്ങനെ ഒറ്റയ്ക്ക് നമുക്ക് ഇങ്ങനെ പൊറാട്ടൻ്റെ കൂടെ കഴിക്കാനോ നല്ല ടേസ്റ്റ് ആട്ടോ. ഈ മസാല ബിരിയാണി മസാല തന്നെ ഒരു പ്രത്യേക ടേസ്റ്റാണ്. അപ്പോൾ ഇതുവരെ ഈ ഒരു ടൈപ്പ് ബിരിയാണി ഉണ്ടാക്കി നോക്കാത്തവർ ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കണേ. അപ്പോൾ ഉണ്ടാക്കാനും സിമ്പിളാ, പിന്നെ കഴിക്കാനും നല്ല ടേസ്റ്റ് ആട്ടോ. അപ്പോൾ നമ്മൾ നെയ്ച്ചോറൊക്കെ വേവാൻ വെച്ചിട്ടുണ്ട്. ഇങ്ങനെ പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇളക്കി നോക്കരുത് കേട്ടോ, അപ്പോഴാണ് ആ ചോറൊക്കെ ഇങ്ങനെ ഉടഞ്ഞു പോവുക. അപ്പോൾ നമ്മൾ നെയ്ച്ചോറ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പിന്നെ നമുക്ക് ഈ മസാല ഞാൻ വലിയൊരു ചെമ്പിലോട്ട് മാറ്റിയിട്ടുണ്ട്. മസാലയുടെ മുകളിൽ നമ്മൾ എടുത്ത് വെച്ചല്ലോ ഉള്ളി ഫ്രൈ ആക്കിയത്, കാഷ്യൂ, ആൽമണ്ടൊക്കെ, അതും മല്ലിയിലേക്ക് ഇങ്ങനെ ഇട്ട് കൊടുക്കുക കുറച്ച്. പിന്നെ അതിൻ്റെ മുകളിൽ നമ്മൾ വേവിച്ച ഈ ഒരു റൈസ് ഇട്ട് കൊടുക്കുക കേട്ടോ. റൈസ് രണ്ട് ഭാഗമാക്കിയിട്ട് ദമ്മിടുക കേട്ടോ. പിന്നെ ദമ്മിടാനൊക്കെ എല്ലാവർക്കും അറിയില്ലേ, അപ്പോൾ അതുകൊണ്ട് ഞാൻ സ്പെഷ്യലായിട്ടൊന്നും പറയുന്നില്ല കേട്ടോ. അപ്പോൾ അതുപോലെ ദമ്മിടുക. പിന്നെ ദമ്മിടിൻ്റെ ഇടയിൽ ലെയറിൻ്റെ ഇടയിൽ ഞാൻ കുറച്ച് ഗരം മസാലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എന്നിട്ട് എല്ലാം ദമ്മിട്ട് കഴിഞ്ഞിട്ട് ഏറ്റവും മുകളിൽ ദമ്മെല്ലാം ഇട്ട് ഏറ്റവും മുകളിൽ കുറച്ച് നെയ്യും സ്പ്രെഡാക്കി കൊടുക്കുന്നുണ്ട്. ഒരു കുറച്ച് നെയ്യ് മതി കേട്ടോ, അധികമൊന്നും വേണ്ട. എന്നിട്ട് ദമ്മിടുക. അപ്പോൾ അതവിടെ ദമ്മിൽ ഒരു 20 മിനിറ്റ് ലോ ഫ്ലെയിമിൽ ദമ്മിൽ കിടക്കാം കേട്ടോ. ആ ടൈം കൊണ്ട് തന്നെ നമുക്ക് നമ്മളെ ബീഫ് ചില്ലിക്ക് വേണ്ടിയിട്ടുള്ള മസാല റെഡിയാക്കാം. അതിനായിട്ട് ഞാനൊരു ബൗളിൽ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് 2 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ നല്ല എരിവില്ല മുളക് പൊടിയില്ല, അതൊരു 3/4 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുക. കാശ്മീരി ചില്ലി 1.5 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുക. പിന്നെ മഞ്ഞൾപ്പൊടി ഒരു 1/4 ടീസ്പൂൺ മതി കേട്ടോ. പിന്നെ ഗരം മസാല 1/2 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുക. പിന്നെ ചില്ലി ഫ്ലേക്സ് ഇല്ലേ, നമ്മൾ സാധാ ഉണക്കമുളക് പൊടിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ ചേർത്താൽ മതി, അത് ഒരു ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുക. അതൊക്കെ നിങ്ങളെ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക കേട്ടോ. പിന്നെ കോൺഫ്ലവർ ഞാനിവിടെ 3 ടേബിൾ സ്പൂൺ ആട്ടോ ചേർത്ത് കൊടുക്കുന്നത്. അത് കുറച്ച് തിക്കായി കിട്ടാൻ വേണ്ടിയിട്ടാണ്. പിന്നെ നമ്മൾ ഫെനൽ സീഡ് ഇല്ലേ, ഈ പെരുംജീരകത്തിൻ്റെ പൊടി, അത് ഒരു 1/2 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഇതിലോട്ടൊക്കെ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. പിന്നെ നാരങ്ങ നീര് അര മുറി നാരങ്ങയുടെ നീര് ചേർത്ത് 1 ടേബിൾ സ്പൂണൊക്കെ ഉണ്ടാവും കേട്ടോ നാരങ്ങ നീര് ചേർത്തത്. പിന്നെ ഉപ്പ് ഇടുമ്പോൾ ശ്രദ്ധിക്കുക, ഉപ്പ് നമ്മൾ നേരത്തെ ബീഫിലിട്ട് വേവിച്ച കാരണം തന്നെ. പിന്നെ ഇതിലോട്ട് നമുക്ക് ബീഫ് സ്റ്റോക്ക് ഞാൻ നേരത്തെ പറയാൻ മറന്നുപോയതാണ്. നമ്മൾ ബീഫ് വേവിച്ചപ്പോൾ കിട്ടിയ ആ ഒരു ഇതുണ്ടല്ലോ, അതിൻ്റെ വെള്ളം ഉണ്ടല്ലോ, അത് എടുത്ത് വെക്കണം കേട്ടോ, ഞാൻ പറയാൻ മറന്നതാണ്. അത് ഈ സമയത്ത് നമുക്ക് ഇതിലോട്ട് ഒരു 3 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ അതിലും കുറച്ച് ഉപ്പുണ്ടാവും. പിന്നെ നമ്മൾ നേരത്തെ ബീഫ് വേവിച്ചില്ല, അതിൽ ഉപ്പുണ്ടാവും. അപ്പോൾ കുറച്ച് ഉപ്പിട്ടാൽ മതി കേട്ടോ, ഉപ്പ് അധികം കൂടി പോകണ്ട. എന്നിട്ട് ഇതൊന്ന് മിക്സ് ആക്കുക, നന്നായിട്ട് മിക്സ് ചെയ്യുക. എന്നിട്ട് നമുക്ക് ഇതിലോട്ട് നമ്മൾ ഇങ്ങനെ കട്ട് ചെയ്ത് വെച്ചില്ലേ, ആ കട്ട് ചെയ്ത് വെച്ച് ബീഫ് ഇട്ട് കൊടുക്കുക കേട്ടോ. പിന്നെ ഇതിലോട്ട് കോൺഫ്ലവർ ചേർക്കാൻ താല്പര്യമില്ലാത്ത ആൾക്കാർക്ക് മുട്ടേൻ്റെ വെള്ളമല്ലേ, ഒരു മുട്ടയുടെ വെള്ള ചേർത്ത് കൊടുക്കുക കേട്ടോ, കോൺഫ്ലവറിന് പകരം. അങ്ങനെ വേണേൽ ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ കോൺഫ്ലവർ ആട്ടോ ചേർത്തത്. പിന്നെ ഇതെല്ലാം നന്ന് മിക്സ് ആക്കിയിട്ട് ഇങ്ങനെ അധികം സ്പൂൺ വെച്ചിട്ട് തന്നെ ചെയ്യാം കേട്ടോ. അധികം ഭയങ്കരമായിട്ട് ഉടഞ്ഞു പോണ മാതിരി മിക്സ് ചെയ്യരുത്, കുറച്ചാക്കിയിട്ട് ഇട്ടിട്ട് മിക്സ് ആക്കുക കേട്ടോ, എന്നാലിത് പൊട്ടിപ്പോവാണ്ടിരിക്കുള്ളൂ. നമ്മൾ ഓൾറെഡി വെന്തതാണല്ലോ, കുക്കായതാണല്ലോ ബീഫ്, അതുകൊണ്ടാട്ടോ. അപ്പോൾ ഇതൊന്ന് സോഫ്റ്റായിട്ട് കുഴച്ചെടുക്കുക കേട്ടോ. കുഴച്ചെടുത്തിട്ട് ഒരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കുക. ഇതിനകത്ത് കുറച്ച് ഈ മസാലയൊക്കെ ഒന്ന് കുറച്ച് നേരം പിടിക്കാനുള്ള വേണ്ടിയിട്ട് കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കുക കേട്ടോ. അപ്പോൾ ഇങ്ങനെ പതുക്കെ തന്നെ മിക്സ് ചെയ്തെടുക്കുക, അല്ലെങ്കിൽ ഇത് ഇങ്ങനെ പെട്ടെന്ന് പൊട്ടിപ്പോകും കേട്ടോ. എന്നിട്ട് ഇത് അരമണിക്കൂർ കഴിഞ്ഞിട്ട് നമുക്കിത് ഫ്രൈ ആക്കിയാൽ മതി കേട്ടോ. അപ്പോൾ ഉണ്ടല്ലോ, ഈ ബീഫ് ചില്ലി ഭയങ്കര സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന റെസിപ്പി ആട്ടോ. പക്ഷെ ഭയങ്കര ടേസ്റ്റുമാണ്. നമ്മൾ റെസ്റ്റോറൻറ്റിനൊക്കെ പോയി കഴിക്കണ ആ ഒരു ബീഫ് ചില്ലിയുടെ ടേസ്റ്റ് ആട്ടോ ഇത്. അപ്പോൾ അതവിടെ റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചിട്ട് ഞാനിവിടെ നമ്മൾ സലാഡിന് വേണ്ടിയിട്ടുള്ള അനാർ ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ അനാർ ഇങ്ങനെ ചെയ്ത് എന്തിനാണെന്ന് അറിയോ, പെട്ടെന്ന് പൊളിച്ചെടുക്കാൻ പാടല്ലേ, ഇങ്ങനെ ചെയ്താൽ പെട്ടെന്ന് അനാർ ഇങ്ങനെ കിട്ടും കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ എഡിറ്റ് ചെയ്തപ്പോൾ ശ്രദ്ധിച്ച് ഞാൻ സലാഡ് ഉണ്ടാക്കുന്ന ആ ഒരു റെസിപ്പിയിൽ നിന്ന് ഡിലീറ്റ് ആയി പോയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഇപ്പോഴാട്ടോ ശ്രദ്ധിച്ചത്. അപ്പോൾ അത് ഭയങ്കര സിമ്പിളായിട്ട് ഉണ്ടാക്കാം കേട്ടോ. സലാഡ് സിമ്പിളായിട്ടുള്ള റെസിപ്പിയാണ്. നിങ്ങൾ പൈനാപ്പിൾ ഉണ്ടെങ്കിൽ ഒരു 1/2 പീസ് എടുക്കുക, കുറച്ചെടുത്താൽ മതി. പിന്നെ ക്യാപ്സിക്കം ഉണ്ടെങ്കിൽ അതൊരു 1/2 പീസ് എടുക്കുക. പിന്നെ ആപ്പിളും അനാറും പിന്നെ കുക്കുംബർ ഇല്ലേ, അത് 2 എടുത്തിട്ടുണ്ട്. പിന്നെ ക്യാരറ്റ് 1 എടുക്കുക. പിന്നെ അങ്ങനത്തെ ഇതിലോട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് തക്കാളിയും പിന്നെ അതുപോലെ കാഷ്യൂ, ആൽമണ്ടൊക്കെ ചേർക്കുക കേട്ടോ. വേണമെങ്കിൽ കുറച്ച് പച്ചമുളകും മല്ലിയിലേക്ക് ഇടുക. അതൊക്കെ നിങ്ങൾ ഇഷ്ടം പോലെ ചെയ്യുക. ഇതൊക്കെ ചെറുതാക്കി കട്ടാക്കിയിട്ട് ഇതിലോട്ട് കുറച്ച് ഉപ്പും ചേർക്കുക, അതുപോലെ വിനെഗറും ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇതൊന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കുക കേട്ടോ. അത്രയേ ഉള്ളൂ. ഭയങ്കര ടേസ്റ്റ് ആട്ടോ. ആ ഒരു പുളിപ്പും മധുരവും എരിവൊക്കെ കൂടിയില്ലേ ഒരു സലാഡാട്ടോ.
അപ്പോൾ ഇതാ നമ്മൾ ബീഫ് ചില്ലി ഇവിടെ പൊരിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ബീഫ് ചില്ലി പൊരിക്കുമ്പോൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ അതെന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ബീഫ് ചില്ലി പൊരിക്കാൻ വേണ്ടി ഞാനൊരു പാൻ വെച്ചിട്ടുണ്ട്. അതിലോട്ട് നമുക്ക് പൊരിക്കാൻ ആവശ്യമുള്ള ഓയിൽ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് എടുത്തത്. എന്നിട്ട് ഇത് നമ്മൾ ബീഫ് എടുക്കുമ്പോൾ അങ്ങനെ മൊത്തത്തിൽ എടുത്തിട്ട് ഇടരുത് കേട്ടോ. ഓയിലിലോട്ട് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കുക. അങ്ങനെ ചെയ്യുമ്പോൾ എന്ന് വെച്ചാൽ നമ്മൾ കോൺഫ്ലവർ ഒക്കെ ചേർത്താണല്ലോ, മൊത്തത്തിൽ ഇട്ട് കൊടുത്താൽ അതങ്ങ് കട്ട പിടിച്ചു കേട്ടോ. ഓരോന്നായിട്ട് ആവുമ്പോൾ നമ്മൾ ആ ഒരു വേറിട്ട് നിൽക്കും കേട്ടോ. എന്നിട്ട് അങ്ങനെ ഇട്ട് കൊടുത്തിട്ട് ഒരു 2-3 മിനിറ്റ് അങ്ങനെ തന്നെ വെക്കുക. ആ ഒരു സമയത്ത് ഇളക്കരുത് കേട്ടോ. നമ്മൾ ഇട്ട പാടെ ഇളക്കി കഴിഞ്ഞാൽ അതിൻ്റെ മേലെ കോട്ടിംഗ് ഒക്കെ പോയി പോവും. അപ്പോൾ ആ ഒരു ബീഫ് ചില്ലിന് ടേസ്റ്റ് ഒന്നും ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ അത് 2-3 മിനിറ്റിന് ശേഷം നമുക്ക് ഇളക്കി കൊടുത്താൽ മതി. അപ്പോൾ ആ ഒരു കോട്ടിംഗ് ഒക്കെ അതിൽ പിടിച്ച് കുറച്ചൊന്ന് ഇങ്ങനെ വരുമല്ലോ, കുക്കായി വരുമല്ലോ. അപ്പോൾ ഇളക്കി കൊടുത്താൽ മതി കേട്ടോ. ഫ്ലെയിം ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിലിടുക. എന്നിട്ട് ഇത് 2 ഭാഗവും നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത് ഫ്രൈ ആയിട്ട് വരുമ്പോൾ ഒരു 5 പച്ചമുളക് നെടുക കീറിയത് ഇതിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഫ്രൈ ആക്കിയിട്ട് ഇത് കോരിയെടുക്കുക. നല്ല ടേസ്റ്റ് ആട്ടോ ഒരു ബീഫ് ചില്ലി. നമ്മൾ റെസ്റ്റോറൻറ്റ് കഴിക്കണ അതുവേ ടേസ്റ്റിലൊരു അടിപൊളി ബീഫ് ചില്ലി ആട്ടോ. അപ്പോൾ നിങ്ങൾ ഒരിക്കലെങ്കിലും വീട്ടിലുണ്ടാക്കി നോക്കുക. ഞാൻ ഭയങ്കര സിമ്പിളാണ് ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ ഉണ്ടല്ലോ ഈ ടൈമിൽ ഞാൻ ബിരിയാണി ദമ്മെല്ലാം പൊട്ടിക്കുന്നുണ്ട് കേട്ടോ. അതുകൊണ്ട് ഡീറ്റെയിൽഡ് ആയിട്ട് കാണിക്കണില്ല, നമ്മളെ വീഡിയോ ലെങ്ത് ആയി പോകും വിചാരിച്ചിട്ടാട്ടോ. അപ്പോൾ അടുത്ത റെസിപ്പി പറഞ്ഞുതരാം. ഇത് പായസം ഉണ്ടാക്കാം കേട്ടോ. ക്യാരറ്റ് മക്രോണി പായസം, അടിപൊളി ടേസ്റ്റിലൊരു പായസം കേട്ടോ. നമ്മളെ പാലട പായസം ഒന്നും അല്ല കേട്ടോ ഇതിന് മുമ്പിൽ. അപ്പോൾ അത് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഞാൻ കുറച്ച് കൂടുതൽ എമൗണ്ട് ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ കുറച്ച് ഉണ്ടാക്കുകയാണെങ്കിൽ 2 ക്യാരറ്റ് എടുക്കുകയാണെങ്കിൽ ഒരു മീഡിയം സൈസിൽ 2 ക്യാരറ്റ് എടുക്കുകയാണെങ്കിൽ മക്രോണി ഒരു 1/4 കപ്പ് എടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഞാനിവിടെ മക്രോണി ഒരു 1/2 കിലോ എടുത്തിട്ടുണ്ടായിരുന്നു. അതിൽ 1 കപ്പാട്ടോ ബാക്കിയെല്ലാം ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. ക്യാരറ്റ് ഒരു 1.25 കിലോ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഫസ്റ്റ് തന്നെ നമുക്ക് ക്യാരറ്റ് തൊലിയെല്ലാം പീൽ ചെയ്തിട്ട് ഒരു 1/2 കപ്പ് വെള്ളമൊക്കെ ഒഴിച്ചിട്ട് വേവിക്കാൻ വെക്കുക. ഒരു 3 വിസിൽ 4 വിസിലൊക്കെ ആകുമ്പോഴത്തേന് ക്യാരറ്റ് വെന്ത് കിട്ടും കേട്ടോ. ആ ടൈമിൽ തന്നെ നമുക്ക് മക്രോണി ഒന്ന് പൊടിച്ചെടുക്കണം. പൊടിക്കുക എന്ന് പറഞ്ഞാൽ ക്രഷ് ചെയ്തെടുത്താൽ മതി. നമ്മളെ ഇങ്ങനെ ക്രഷ് ചെയ്തെടുക്കുമ്പോൾ പാലട അല്ലേ അതുപോലെയൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടാട്ടോ ഇങ്ങനെ ക്രഷ് ചെയ്യണത്. അപ്പോൾ ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ കണ്ടില്ലേ, അങ്ങനെ പാലടയുടെ ഒരു പോലെ ഉണ്ടാവും ക്രഷ് ചെയ്യുമ്പോൾ. അപ്പോൾ അതുപോലെ ക്രഷ് ചെയ്തിട്ടെടുക്കുക. എന്നിട്ട് ഒരു കുക്കറിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് ഒട്ടിപ്പിടിക്കാണ്ടിരിക്കാൻ കേട്ടോ ഓയിൽ ഒഴിക്കുന്നത്. എന്നിട്ട് ഈ മക്രോണി വേവിച്ചെടുക്കുക. നമ്മളെ മക്രോണി വേവിക്കാൻ വെക്കുമ്പോഴത്തേന് തന്നെ നമ്മളെ ക്യാരറ്റ് കുക്കായി കിട്ടിയിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ ഇതാ ക്യാരറ്റ് നന്നായിട്ട് കുക്കായിട്ട് സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ വേറെ ടിപ്പ് എനിക്ക് പറഞ്ഞുതരാം. നമ്മൾ പാർട്ടിയിലൊക്കെയാണ് ഇത് ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ ഇത് കുറച്ച് തലേന്ന് തന്നെ ക്യാരറ്റ് വേവിച്ച് വെക്കലൊക്കെ തലേ ദിവസം തന്നെ ചെയ്യാം കേട്ടോ. മക്രോണി വേണ്ട, അപ്പം തന്നെ വേവിച്ചാൽ മതി, പെട്ടെന്ന് വെന്ത് കിട്ടും. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ കുറേ ടൈം നമുക്ക് ലാഭമായി കിട്ടും. നമ്മൾ ഒറ്റക്കൊക്കെ ഒരു പാർട്ടിയൊക്കെ നടത്തുമ്പോൾ. അപ്പോൾ ഇതാ നമ്മൾ ക്യാരറ്റ് വേവിച്ചെടുത്തല്ലോ, അതിനെ അരച്ചെടുക്കണം കേട്ടോ. നമ്മൾ ക്യാരറ്റ് വേവിച്ചപ്പോൾ കിട്ടിയ വെള്ളം ഉണ്ടല്ലോ അതന്നെ ചേർത്തിട്ട് ഇതൊന്ന് അരച്ചെടുക്കുക. എന്നിട്ട് ഞാൻ കുറച്ച് കൂടുതൽ എമൗണ്ട് ഉണ്ടാക്കുന്നതുകൊണ്ട് ഇതാ 3.5 ലിറ്റർ പാലാട്ടോ ഞാൻ എടുത്തത്. അതൊന്ന് തിളച്ചതിന് ശേഷം ഈ അരച്ച ക്യാരറ്റ് ഇതിലോട്ട് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഒന്ന് മിക്സ് ആക്കിയിട്ട് നമുക്ക് വേവിച്ച മക്രോണി ഉണ്ടല്ലോ, മക്രോണി വേവിച്ചതിന് ശേഷം അതിന് മുകളിൽ കുറച്ച് പച്ചവെള്ളം ഒഴിക്കണം കേട്ടോ, ഒട്ടിപ്പിടിക്കാണ്ടിരിക്കാൻ. എന്നിട്ട് അത് പറയാൻ വിട്ടുപോയതാ. എന്നിട്ട് അതും ഈ ഒരു പാലിലോട്ട് നമുക്ക് ചേർത്ത് കൊടുക്കുക കേട്ടോ. അതിനുശേഷം എല്ലാം നന്നായിട്ട് മിക്സ് ആക്കുക. എന്നിട്ട് ആവശ്യത്തിന് മധുരം ചേർത്ത് കൊടുക്കുക. പിന്നെ കണ്ടൻസ് മിൽക്കും കൂടെ ചേർക്കുന്നുണ്ട് കേട്ടോ ഞാൻ. പിന്നെ ഇതിലോട്ട് സ്പെഷ്യലായിട്ടുള്ളൊരു ടേസ്റ്റ് കൊടുക്കുന്ന കാരമൽ സിറപ്പാട്ടോ. അപ്പോൾ അതിനും വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് പഞ്ചസാര കാരമൽ ചെയ്യാൻ വെച്ചിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് വെക്കുക. നിങ്ങൾ കുറച്ച് എമൗണ്ടിൽ ഉണ്ടാക്കുമ്പോൾ ഒരു 1/2 കപ്പ് പഞ്ചസാര അങ്ങനെയൊക്കെ ചേർത്താൽ മതി കേട്ടോ. എന്നിട്ട് ഇത് കാരമലായി വന്നിട്ട് അത് കാരമൽ ഇതിലോട്ട് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് എല്ലാം നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് ലാസ്റ്റ് ആകുമ്പോൾ കുറച്ചൊരു പിഞ്ച് ഉപ്പും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലോട്ട് നമുക്ക് ഏലക്കൻ്റെ പൊടി ഉണ്ടല്ലോ അതും കൂടെ ഇട്ട് കൊടുക്കുക. അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കുമ്പോൾ കുറച്ച് എമൗണ്ടിലാണെങ്കിൽ അതിനനുസരിച്ച് എല്ലാം കുറച്ചെടുക്കുക കേട്ടോ. അപ്പോൾ പാൽ നിങ്ങൾ ഒരു 1.5 ലിറ്ററൊക്കെയാണ് എടുക്കുക, അല്ലെങ്കിൽ 2 ലിറ്റർ എടുക്കുന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചൊക്കെ അങ്ങനെ കുറക്കുക. നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതി ഞാൻ പറയുന്നുണ്ട്, പക്ഷേ വീഡിയോ ലെങ്ത്ത് കൂടണം വിചാരിച്ചിട്ടാട്ടോ ഞാനിങ്ങനെ ചുരുക്കി പറയുന്നത്. പിന്നെ ഞാൻ കാഷ്യും കിസ്മിസ് എല്ലാം വറുത്തിട്ട് നെയ്യിൽ വറുത്തിട്ട് ഇതിലോട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ. സിമ്പിളായിട്ടുള്ള റെസിപ്പിയാണ്, നല്ല ടേസ്റ്റും കേട്ടോ. നമ്മളെ പാലട പായസത്തിനെക്കാട്ടിലും ടേസ്റ്റ് ആട്ടോ, അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഇനി സെപ്പറേറ്റ്
ആയിട്ട് ഈ ഒരു പായസത്തിൻ്റെ റെസിപ്പി വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം കേട്ടോ. ഞാൻ വേറെ സെപ്പറേറ്റ് ആയിട്ടുള്ളൊരു റെസിപ്പി ആയിട്ട് വേറെ ആയിട്ട് ഇടാം കേട്ടോ. അപ്പോൾ അതാ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കണു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇപ്പം തന്നെ ഒന്ന് ലൈക്ക് ചെയ്യുക. പിന്നെ നമ്മൾ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്ത് കാണാത്ത ആൾക്കാർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അധികം ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്യാണ്ടാ കാണണം, അതുകൊണ്ടാണ് പറയണത് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ പ്ലീസ്. പിന്നെ അതാ ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻ കിട്ടാൻ വേണ്ടിയിട്ട് സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തന്നെ അതിൽ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. ബൈ.